അടിച്ചു മാറ്റിയാണെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് ഒരു പുളിയന്മാർ വെട്ടി ആ അവിടം മുതൽ കട വരെ തന്നെ അടിച്ചു. അടിച്ച് അവിടെ കൊണ്ട് അവൻ്റെ അടുത്ത് മാപ്പ് പറയിപ്പിച്ച് കാലി പിടിച്ച് മാപ്പ് പറയിപ്പിച്ച് ഇനി ഞാൻ എടുക്കൂല എന്നൊക്കെ പറയിപ്പിച്ച് തിരിച്ച് വീട് വരെ അടി. ചിലരെ തലയെഴുത്ത് അങ്ങനെയാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നന്നായി വരുന്ന സമയത്ത് ഇതൊക്കെ അത് കോമൺ ആണ്. പക്ഷെ എല്ലാവരും അതൊരു ഫാമിലി ആക്കി എടുത്തതിന്റെ ഒരു പ്രശ്നമാണ്. ബൈജി ചേട്ടൻ മക്കളെ തല്ലാറുണ്ടോ? ബൈജി ചേട്ടൻ ഞാനോ ബിനോജ് അല്ലെങ്കിൽ ബിനു ഇത് എടുത്തെടുത്ത് ഞാൻ പറയാണ് കേട്ടാ. ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഒരു 7-8 പ്രാവശ്യം അവിടെ നിന്ന് വിളിച്ചു. അതിനെല്ലാം എടുത്ത് രണ്ടാമത് ബൈജി ചേട്ടൻ ബൈജി ഏത് ബൈജു എന്ന് എനിക്ക് നിന്റെ ഉള്ളിലുള്ള ബൈജി ആരാണ് അത് പറ. ഞാൻ മര്യാദക്ക് ഇരിക്കുന്ന ആളല്ലല്ലോ. എന്റെ കയ്യിരിപ്പും ഉണ്ട് ഒരുപാട്. ഇഷ്ടം പോലെ തല്ലിയിട്ടുണ്ട്. ഒമ്പോ ഇഷ്ടം പോലെ. എനിക്ക് വയ്യ എല്ലാം കൂടെ ഒന്ന് പൊങ്കാലായിട്ട് എന്നെ വെറുതെ വിട്ടേരെ. അപ്പൊ ഈ കൊല്ലത്തെ വിഷു ഒക്കെ ആഘോഷിച്ചായിരുന്നു? എല്ലാവരും ഒരുമിച്ച് തന്നെയാണോ ആഘോഷിച്ചത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ആയിരുന്നു, ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഷൂട്ട് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോവാൻ എളുപ്പം ഇവിടെ നിൽക്കുന്നതാണ്. അപ്പൊ ഇവിടെ വെച്ചായിരുന്നു എന്റെ വിഷു. അന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ അങ്ങ് പോയി കുളത്ത് വീട്ടിൽ. ബാലിച്ചേട്ടനും അപ്പൊ ചേട്ടനും വെവ്വേറെ ആയിട്ടാണോ വിഷു ആഘോഷിക്കുന്നത്? അവര് എല്ലാരും വീടുകളിൽ ഓരോരോ വീടുകൾ വെച്ചില്ലേ, അതായത് തറവാട്ടിൽ വെച്ചിട്ട് ആഘോഷിക്കുമ്പോൾ ഒരു വൈബ് ഇല്ല. ഇവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുക. ഇതിപ്പോ ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് തൂത്ത് തുടച്ച് ഇതൊന്നുമല്ലാതെ ഇതാകാണ്ട് 90 വർഷം പഴക്കമുണ്ട് ഈ വീടിന്. ഇവിടെയാണ് അപ്പൊ രണ്ടുപേരും കളിച്ചു വളർന്നതൊക്കെ? ഞാന് ജനിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പൊ ഞാൻ എന്നിട്ട് നേറ്റിങ്ങിലാണ്, അവിടെയാണ് വളർന്നത്. ചേട്ടൻ ഇവിടെ ഉണ്ടായത്. ഈ വീട്ടിൽ നിന്നാണ് തുടക്കം അല്ലേ? ആ. അതിനുശേഷം ഞാൻ ജനിച്ചത് എന്റെ അമ്മ ജനിച്ചതും ഇവിടെ തന്നെ. അപ്പോ ഉപ്പുമുളകിലേക്കൊക്കെ വന്ന സമയത്ത് വേറെ വീട്ടിലേക്ക് പോയായിരുന്നോ? ഉപ്പുമുളകും ഞാന് അപ്പോഴ് വേറെ വീട് വെച്ചായിരുന്നു. എനിക്ക് കുറച്ച് ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വീടൊക്കെ റിയൽ ലൈഫിലും ബിസിനസ്മാൻ ആണ്? ഞാൻ ബിസിനസ് ആയിരുന്നു. എന്ത് ബിസിനസ് ആണ്? ഞാൻ വിപ്രോ കമ്പനിയില്ലേ, അതിന്റെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് എടുത്തിരുന്നത് ഞാനാണ്. വിപ്രോ പോണ്ടിച്ചേരി, കോട്ട്ദ്വാർ, ഇവിടെയൊക്കെ. പലചരക്കട അല്ല, മറ്റേ മുളകിൽ പലചരക്കടയാണല്ലോ. അപ്പൊ എല്ലാം ചേട്ടൻ ഇങ്ങനെ ഓരോ ഒപ്പി വെച്ചേക്കുവാണല്ലേ? ബാലിച്ചേട്ടൻ ശരിക്കും അതിലേക്ക് ഒപ്പി വെച്ചേക്കുവാണ് കൊറേ. തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ ഒരു ബിസിനസ് മൈൻഡ് ആയിട്ടുള്ള അനിയൻ, അതുപോലെ തന്നെ ഭയങ്കര കാഷ്വൽ ആയിട്ട് പാവമായിട്ട് നടക്കുന്ന ചേട്ടൻ. റിയലി അങ്ങനെ തന്നെയാണ്. തല്ലൊക്കെ പിടിക്കോ നിങ്ങള്? വഴക്കൊക്കെ ഉണ്ടാക്കും? അത് എവിടെയാണ് ഇല്ലാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ചോദ്യമേ എനിക്ക് മനസ്സിലാവും. എവിടെ നിങ്ങളെ വീട്ടില് എത്ര പേരുണ്ട്? 2 ആരൊക്കെ? ഞാനും ചേച്ചി. ചേച്ചി തല്ലു കൂടുവോ? നന്നായിട്ട്. അതുപോലെ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയപ്പോ ഭയങ്കര സ്നേഹമായി. നമ്മളെ അടുത്തില്ലല്ലോ, നമുക്ക് ഭയങ്കര വിഷമമായി. പിന്നെ ആ വിഷമം തീർക്കുന്ന നമ്മൾ ഇതുപോലുള്ള ഉപ്പുമുളകും ഇങ്ങനത്തെ ഇതൊക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം. ഒറ്റയ്ക്കല്ല ജീവിതത്തിൽ എന്ന് തോന്നും. ചേച്ചി എവിടെ വെച്ചിരിക്കുന്നത്? ചേച്ചിനെ തൃപ്രയാറ്. പോയി കാണാൻ അടുത്തല്ലോ. അടുത്തന്നെ, പക്ഷെ എപ്പോഴും പോകാൻ പറ്റൂലല്ലോ. അങ്ങനെ ബാലിച്ചേട്ടൻ കല്യാണം കഴിഞ്ഞ് പോയപ്പോ വിഷമം ഉണ്ടായിരുന്നോ? സന്തോഷമല്ലേ അവൻ എനിക്ക് കല്യാണമൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് അവന് കല്യാണം സെറ്റ് ആയത്. അത് ആ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. കാര്യം അവന് നാടകത്തിലായിരുന്നല്ലോ ചേട്ടൻ. അപ്പൊ അതുകൊണ്ട് നാടകക്കാർക്ക് കല്യാണമൊക്കെ ആലോചിക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൻ ശ്രീ കാവലം നാരായണ പണിക്കര സാറിന്റെ കൂടെ സോപാനം എന്ന തിയേറ്ററിലായിരുന്നു. അതാ പേരാണ് ബിജു സോപാനം. അപ്പൊ അത് എന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷമാണ് അവന്റെ 20 വർഷത്തോളം അങ്ങനെ ആ ഒരു 23 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലേ കല്യാണം? ആ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളല്ലേ? പെട്ടെന്ന് ആയപ്പോ ഒരു സന്തോഷം അവന്. അപ്പൊ നമ്മള് രണ്ടുപേരെ കല്യാണം എന്ന് പറഞ്ഞാൽ നവംബർ 13 അവന്റെ കല്യാണം, അതെ നവംബർ 17 എന്റെ കല്യാണം. അടുത്തടുത്ത് 13 അവന്റെ 17 എന്റെ. അപ്പൊ ഇനി വരുന്ന ഓണത്തിന് നിങ്ങൾ ഇതുപോലെ ഒന്നിച്ചായിരിക്കോ? നമ്മൾ ഉപ്പുമുളകിലുള്ള പോലെ 4ാം ഓണത്തിന് ഒന്നിച്ചായിരിക്കും. വ്ളോഗിലൊക്കെ കാണാൻ പറ്റുമോ? നമുക്ക് കാണാം. എല്ലാരും ഇവിടെ ഒന്നിച്ചായിരിക്കും? ഇവിടെ അല്ല, എന്റെ വീട്ടിലായിരിക്കും. അവിടെ നെയ്യാറ്റിൻകര, കുളത്തൂര്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പൊ റിയൽ ലൈഫില് മാധവൻ തമ്പി ആണല്ലോ നമ്മുടെ നെയ്യാറ്റിൻകരയിൽ അച്ഛനായിട്ട് ഇതാക്കുന്നത്. അതിനകത്ത് അച്ഛന്റെ പോലെ തന്നെയാണോ റിയൽ ആയിട്ടുള്ള ഫാദർ? പേടിയാണ്.
എന്നെയൊക്കെ തൂക്കിപ്പറയൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട്, കെട്ടിയൊക്കെ ഇട്ട് അടിച്ചിട്ടുണ്ട്. അച്ഛനെ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒന്ന് പറയാമോ? അല്ല അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുന്ന ആളല്ലല്ലോ, എന്റെ കയ്യിരിപ്പും ഉണ്ട് ഒരുപാട്. ഇഷ്ടം പോലെ തല്ലിയിട്ടുണ്ട്. ഇഷ്ടം പോലെ. അതിലേറ്റവും വിഷമമുള്ള ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു ഓർത്തിരിക്കുന്ന വിഷമൊന്നുമല്ല. ഞാന് ഒരു തല്ല് കിട്ടിയതിന്റെ ഒരു കാര്യം ഞാൻ പറയാം. പണ്ട് അച്ഛൻ സിഗരറ്റ് വലിക്കുമായിരുന്നു പണ്ട്. എനിക്കൊരു 4 വയസ്സ് 4 വയസ്സ് 5 വയസ്സ് സമയത്ത്. അപ്പോൾ എനിക്ക് അന്ന് 20 പൈസ 30 പൈസ തന്നിട്ട് സിഗരറ്റ്, അന്ന് 10 പൈസക്ക് താഴെ ഉള്ളു സിഗരറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു അജയൻ എന്നൊരു കട, പുള്ളിക്കാരൻ മരിച്ചുപോയി, മുടുപ്പുര ക്ഷേത്രത്തിന് തൊട്ട് മുകളിൽ. അപ്പോൾ അവിടെയാണ് കട. അപ്പം ഞാൻ അവിടെ നിന്ന് ഈ പൈസയും വാങ്ങിച്ച് പോക്കറ്റ് ഇട്ട് സിഗരറ്റ് വാങ്ങിച്ചിട്ട്, അച്ഛൻ സിഗരറ്റ് വാങ്ങിച്ചിട്ട് നേരെ അവിടെ വന്നു. വീട്ടിൽ വന്നിട്ട് ഇതോടുകൂടി എടുത്താൽ കൊടുത്തു. ഏത് പോക്കറ്റിൽ ഇങ്ങനെ പോക്കറ്റിൽ എടുത്ത് കൊടുത്തപ്പോൾ അതിനകത്തുണ്ടായിരുന്ന ബാക്കി പൈസയും സിഗരറ്റും ഒരു തീപ്പെട്ടി. അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ ഈ പൈസ വാങ്ങിച്ചിട്ട് അപ്പോൾ ഈ തീപ്പെട്ടിയോ? തീപ്പെട്ടി എന്തിനാണ്? ഞാൻ അവിടെ നിന്ന് അടിച്ചു മാറ്റിയതാണ്. അവിടെ കത്തിക്കാൻ കൊടുക്കുന്ന സാധനത്തിന് ഞാൻ ഇങ്ങ് എടുത്തോണ്ട് വന്നിട്ട് എന്തിനാണെന്നറിയാമോ? നമ്മളെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു മൈതാനമുണ്ട്. ആ മൈതാനത്ത് വലിയൊരു പുളിയുണ്ട്, തേമ്പുളി. തേമ്പുളിയുടെ വേരുണ്ടല്ലോ, ഇങ്ങനെ വേര്, വലിയ വേര് കാണും. ആ വേരിൽ ആണി വെച്ചിട്ട് ചെറിയൊരു ഓട്ടയിടും. എന്നിട്ട് ഈ കരിമരുന്നില്ലേ, അതിനെ ആ ഓട്ടയ്ക്കകത്ത് നമ്മൾ കൂട്ടുകാരെല്ലാവരും കൂടെ വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ആണി വെച്ചിട്ട് അടിക്കുമ്പോൾ പട പോകുന്ന സൗണ്ട് കേൾക്കും. ഈ വെടി പൊട്ടിക്കാൻ വേണ്ടി ഇതിനെടുത്തോണ്ട് വന്നു. അപ്പോൾ ഇത് ഞാൻ അടിച്ചു മാറ്റിയാണെന്ന് അറിഞ്ഞ് അവിടെ നിന്ന് ഒരു പുളിയന്മാർ വെട്ടി അവിടം മുതൽ കട വരെ തന്നെ അടിച്ചു. അവിടെ കൊണ്ട് അവൻ്റെ അടുത്ത് മാപ്പ് പറയിപ്പിച്ച്, കാലി പിടിച്ച് മാപ്പ് പറയിപ്പിച്ച്, ഇനി ഞാൻ എടുക്കൂല എന്നൊക്കെ പറയിപ്പിച്ച് തിരിച്ച് വീട് വരെ അടി. അതിനുശേഷം ഇന്നേ വരെ പൈസ അവിടെ തറയിൽ കിടന്ന ഞാൻ എടുക്കൂല. അന്നത്തെ അടിയെന്ന് പറഞ്ഞ എൻ്റെ അമ്മൂ, ആൾക്കാരെല്ലാം പിടിച്ചു മാറ്റാനൊക്കെ വന്നു. ആ കടക്കാരൻ അജയണ്ണ മരിച്ചുപോയി. ഇങ്ങനെ അടിക്കല്ലേ അമ്പോ, ആ അടി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ശരിക്കും അച്ഛനപ്പോ അങ്ങനെ തന്നെയാണ്. അന്ന് ഒരു തീപ്പെട്ടി, പക്ഷെ അത് നന്നായെന്ന് എനിക്ക് പിന്നെ തോന്നി. കാരണം വെച്ചാൽ അതിനുശേഷം ഈ ഒരു സാധനം ഇന്നേ വരെ അടുത്ത ഒരു സാധനം ഞാൻ എടുത്തിട്ടേ ഇല്ല. അതെ, 10 രൂപ വഴി കിടന്നാലും ഞാൻ നോക്കി ആരും ഇല്ലാന്നുണ്ടെങ്കിൽ എടുത്ത് ഒരു കാണിക്കാൻ വെച്ചില്ലോ അവിടെ ഇടുവെന്നല്ലാതെ ഞാൻ എടുക്കാൻ പോകില്ല. എടുത്ത് ഞാൻ പോക്കറ്റ് വെക്കുകയില്ല. അതുപോലെ ഈ ബാലിച്ചേട്ടന് അച്ഛന് മുമ്പിൽ ഒറ്റി കൊടുത്തിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതൊക്കെ ഒരുപാടുണ്ട്, ചെറിയ ചെറിയ കാര്യം. പറയാമോ? ഇങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴും ബാലിച്ചേട്ടൻ അത് ഈ ഉപ്പുമുളയിൽ എപ്പിസോഡ് പറയുന്നുണ്ട്, ചിക്കൻ മുറിക്കുന്ന ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ടല്ലോ, നീയാണല്ലോ അത് ചെയ്തെന്നും പറഞ്ഞിട്ട് പിന്നെയും തല്ലുപിടിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോഴും അതുപോലെ ഒന്നും അങ്ങനെ ഇതില്ല. ആള് റിയൽ ലൈഫ് കണക്ട് ചെയ്തിട്ടാണല്ലോ പറയുന്നത്. അപ്പൊ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും. അത് അവരോട് ചോദിച്ചാൽ അത് എനിക്കറിയില്ല. അല്ല, അങ്ങനെ അത്തരത്തിൽ ഓർമ്മയുള്ള ഏതെങ്കിലും ഓർമ്മ ഒരു ഇൻസിഡന്റ് പറയാമോ? അങ്ങനെ ഒറ്റ കൊടുപ്പ് പരിപാടിയൊന്നും ഇല്ല. എന്നാലും ചേട്ടന് അടി മേടിച്ചു കൊടുത്ത അടികളെ ഇഷ്ടം പോലെ നമ്മള് ഇതാക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവൻ ചെയ്തെന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പൊ ചേട്ടന്റെ ലൈഫില് സംഭവിച്ചിട്ടുള്ള വലിയൊരു എന്തെങ്കിലും ഒരു മോശമായിട്ടുള്ള സമയത്ത് ബാലച്ചേട്ടൻ വന്ന് രക്ഷിച്ചിട്ടുള്ള ഒരു അനുഭവം ഉണ്ടോ? ചേട്ടനെ പോലെ അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ട് നിന്നിട്ട് രക്ഷിച്ച ഒരു സംഭവം? അങ്ങനെ വലിയ ദൈവസഹായിച്ച് വലിയ അങ്ങനെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഇതുവരെ ഒന്നും വീഴ്ത്തിട്ടില്ല. ചെറുപ്പത്തിൽ എന്തെങ്കിലും കുരുത്തകൾ ഒപ്പിക്കുമ്പോ നമുക്ക് ഇങ്ങനെ നമ്മളെ സൈഡ് പിടിക്കാനായിട്ട് സഹോദരങ്ങൾ വരുമ്പോ ഭയങ്കര ആശ്വാസമായിരിക്കുമല്ലോ. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ പാവമായിരുന്നു. പാവമൊന്നുമല്ല, എന്റെ കൈക്കുള്ളത് എന്റെ കയ്യിലുണ്ട്. അതിന് അച്ഛൻ എനിക്ക് ആരും സൈഡ് പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അച്ഛൻ ആവശ്യത്തിന് തരും, വാങ്ങിച്ചും കൊണ്ട്. ബാലിച്ചേട്ടൻ പാവ മൈൻഡ് ചെയ്യൂല. അതങ്ങനെ വേറൊരു സൈഡിൽ ബാലിച്ചേട്ടനും കിട്ടുന്നില്ലേ? എല്ലാരുടെ കയ്യിലും ഉണ്ടല്ലോ. ഇതില് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുമില്ല, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഇപ്പോഴൊക്കെ പിള്ളേരൊക്കെ ആണെങ്കിൽ അടിച്ച ഭയങ്കര പ്രശ്നം, അവർക്ക് ഈഗോ, അത് ഇത്. പണ്ട് അങ്ങനെ ഒന്നുമില്ല, അവർക്ക് ഭയങ്കര വിഷമായി. ഇതിപ്പം പറയുമ്പോ എന്റെ പ്രായത്തിലുള്ള എന്റെ ഒരു കൂട്ടുകാരുടെ അടുത്ത് ഞാൻ പോയി പറയാണ് ആ സമയത്ത്, ഇവിടെ ഇന്നലെ അടിച്ചത്, നീ പോയാ ഇവിടെ മൊത്തം കൂടെ പൊളിഞ്ഞിരിക്കണം, അതിനകത്ത് അടി കൊണ്ടുവന്നിരിക്കണം എന്ന് പറയാനേ അമ്മമാർക്ക് പറ്റുള്ളൂ. കാര്യം എല്ലാവർക്കും ഇത് സ്ഥിരമുള്ള പരിപാടിയാണ്. വീട്ടിൽ നിന്ന് അടി എല്ലാവർക്കും കിട്ടും. പറഞ്ഞവരും പോണവരൊക്കെ അടിക്കും. വലിയച്ചന്മാരടിക്കും, കൊച്ചിച്ചന്മാരടിക്കും, മാവന്മാരടിക്കും,
വഴി വെച്ചുകൊണ്ട് എവിടെ പോടാ അത് ഇങ്ങനെ വേറെ പോടാ അവിടെ എന്ത് കമ്പ് കിട്ടണോ ഒരു അടി അടിച്ച് നമ്മൾ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു തടവും കൊണ്ട് ഓടി വെട്ടിപ്പോകും. ഇത്ര ഇവിടുത്തെ ഇപ്പൊ എല്ലാം അങ്ങനെയല്ലല്ലോ. ബൈജു ചേട്ടൻ മക്കളെ തല്ലാറുണ്ടോ? ആര്? ബൈജു ചേട്ടൻ. ഞാനോ? ബിനോജ് അല്ലെങ്കിൽ ബിനു. ഇത് എടുത്തെടുത്ത് ഞാൻ പറയാണ് കേട്ടാ. ഇന്റർവ്യൂ ചെയ്യാൻ വന്നിട്ട് ഒരു 7-8 പ്രാവശ്യം അവിടെ നിന്ന് വിളിച്ചു. അതിനെല്ലാം എടുത്ത്. രണ്ടാമത് ബൈജു ചേട്ടൻ ബൈജു ഏത് ബൈജു എന്ന് എനിക്ക് നിന്റെ ഉള്ളിലുള്ള ബൈജു ആരാണ് അത് പറ. നിന്റെ പേരെന്തോടാ? അനന്തു അല്ല. അപ്പൊ ഏത് ബൈജു പറ. അറിയൂല. ബിനു ചേട്ടൻ അല്ലെങ്കിൽ സുരേന്ദ്രൻ ചിറ്റപ്പൻ. അത് മതി. സുരേന്ദ്രൻ ചിറ്റപ്പൻ ഓക്കെ. ചിറ്റപ്പൻ സ്വന്തം മകളെ തല്ലിയിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും തല്ലും. ഇപ്പോഴും ഇത്തിരി വളർന്നില്ലേ, അതുകൊണ്ട് തല്ലില്ല. നല്ല കുറുമ്പെടുത്താലൊക്കെ ആവശ്യം പറയും, കയ്യിൽ നിന്ന് വാങ്ങല്ലേ എന്ന് പറയും. അടിയെ കൊടുത്തിട്ടുണ്ട്. അച്ഛൻ നല്ല കുരുത്തക്കേട് ഒപ്പിച്ചിരുന്ന ആളല്ലേ? നല്ല അത്യാവശ്യത്തിന് അത്രയും മക്കളും ചെയ്യും. അത്രയൊന്നും അവന്മാര് ചെയ്യൂല. നമുക്ക് അങ്ങനെ അത് വേറെ ഒരു പഴയ കാലം, അത് വേറെ രസമായിരുന്നു. നമുക്ക് TV ഇല്ല, മൊബൈലില്ല, ആ ഒരു കാലമായിരുന്നല്ലോ നമ്മളെ കൊച്ചിയിലെ. ഉപ്പുമുളകിലെ പ്രത്യേകത അത് തന്നെ. അവിടെ TV എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടേ ഇല്ല. അത് കമന്റ്സിലും ഒരുപാട് പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ വിജയം തന്നെ അതാണ്. TV എന്ന് പറയുന്ന സംഭവം അവര് അഡിക്റ്റ് ആവുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു സമ്പർക്കം മാത്രം. അതുപോലെ തന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴും പടവലത്ത് നിന്ന് ആൾക്കാർ വരുമ്പോഴും നമ്മുടെ വീട്ടുകാർ വരുന്ന പോലെ നമുക്ക് തോന്നും നമ്മുടെ കുടുംബത്തേക്ക്. നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ശങ്കരണ്ണ കൂടെ വിളിക്കായിരുന്നു. എനിക്ക് ചില കാര്യങ്ങളില് പഞ്ച്വാലിറ്റി ആണ്. എന്നുവെച്ചാ ഒരിടത്ത് നമ്മൾ 10 മണിക്ക് പോകണമെന്ന് പറയും. ഞാൻ മൊത്തത്തിൽ വയലന്റ് ആവുന്നതും ഞാൻ എല്ലാരെയും ചീത്ത വിളിക്കുന്നതും ഇതാണ്. അപ്പം ഇവര് 5-ന്റെ കൂടെ ഞാൻ കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നതും 5-ന്റെ കൂടെ ആരായിരുന്നാലും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം ഒന്നാണ്. 10 മണിക്ക് ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ 9:50 അവിടെ എത്തും. എനിക്കത് കൃത്യം ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിപ്പം ഇവരെയൊക്കെ സംബന്ധിച്ച് ഒരു കല്യാണത്തിന് പോകുന്നു. അപ്പം ഞാൻ ആദ്യമേ ചോദിക്കും, നമുക്ക് എത്ര മണിക്ക് പോകണം? 3 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഓക്കെ. എത്ര മണിക്ക് അവിടെ നിന്ന് തിരിച്ചിറങ്ങാൻ പറ്റും? അപ്പോൾ ഇവർ പറയും 8 മണിക്ക് ഇറങ്ങാം. ഓക്കെ. എന്നാൽ അവർ പറയണം 9 മണിക്ക് ഇറങ്ങണം. ഓക്കെ, 9 മണിക്ക് ഇറങ്ങിയാൽ മതി. ഒരു സമയം പറയുമല്ലോ. അപ്പം 8 മണി എന്നുള്ളത് ഞാൻ അങ്ങ് മനസ്സിൽ വെച്ച്, അപ്പോൾ 8 മണിയാകുമ്പോൾ ഞാൻ ഇറങ്ങുന്നില്ല എന്ന് ചോദിക്കുമ്പോഴേക്കും വീണ്ടും അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങി വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്ത് വന്ന് വീണ്ടും 10 മിനിറ്റ്, മുറ്റത്ത് നിന്ന് കാറ് കിടക്കണതിൻ്റെ അവിടെ വരുമ്പോൾ വീണ്ടും 10 മിനിറ്റ്. ഇതെനിക്ക് ഇതാവില്ല. അപ്പം എനിക്ക് എവിടെ നിന്ന് വരുന്ന ദേഷ്യം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങ് ഭയങ്കര വയലൻ്റ് ആവും. എന്നാൽ പറയണം 8:30 മണിക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ 10 മണിക്ക് ഇറങ്ങാം. ഓക്കെ, 10 മണി വരെ എനിക്ക് ഒരു കുഴപ്പമില്ല. അതെൻ്റെ മൈൻഡിൽ അങ്ങ് സെറ്റായ ഒരു സാധനമാണ്. അത് വലിയ പ്രശ്നം. നല്ല ക്വാളിറ്റി അല്ല, അത് ഭയങ്കര പ്രശ്നമാണ്. അത് നമ്മള് കാരണം ഒരാൾക്ക് ഒരു വരരുത്, അത് നല്ല ക്വാളിറ്റി അല്ല. അത് കാര്യം എന്നെ ആൾക്കാർ മോശമായിരിക്കും. കാര്യം അവിടെ നിന്ന് ഞാൻ വഴക്ക് പറയുമ്പോൾ ആൾക്കാരൊക്കെ അത് കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ പറയും ഇറാടി ഇങ്ങോട്ട് കുറെ നേരമല്ല മറ്റേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറയും. ഈ കേട്ടോണ്ട് നിൽക്കുന്നവർക്ക് ഇതൊന്നും അറിയണ്ടില്ല. എത്ര മണിക്ക് വരാമെന്ന് പറഞ്ഞു, എത്ര മണിക്ക് പോവാന്ന് പറഞ്ഞു, ഇതൊന്നും അറിയില്ലല്ലോ. അവര് എങ്ങനെ ഈ ദുഷ്ടന്റെ കൂടെ ജീവിക്കുന്നു എന്നുള്ള ഒരു ഇത് വരും. അത് മോശം സ്വഭാവമാണ്. പോകാനടുത്ത് 10 മണി 8 മണി എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. കുട്ടമ്പിള്ള മാമന്റെ ഒരു വേർപാടുണ്ടായിരുന്നല്ലോ, അതിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കര ഒരു വിഷമുണ്ടാക്കിയ സംഭവമാണ്. ഇനിയിപ്പോ ഉപ്പുമുളക് റീസ്റ്റാർട്ട് ചെയ്താൽ പോലും ആ ഒരു മാമന്റെ വിടവ് അത് അപ്പോഴും അവിടെ തന്നെ കിടക്കും. തീർച്ചയായിട്ടും അതിന് റീപ്ലേസ്മെന്റ് ഇല്ല. ഉപ്പുമുളകിൽ ഒരാൾക്കും റീപ്ലേസ്മെന്റ്. ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് വേറെ വേറെ ക്യാരക്ടേഴ്സ് ഒക്കെ വന്നു. പക്ഷെ അതുപോലും ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. ഭവാനിയമ്മയുടെ ഒക്കെ സ്ഥാനത്ത് പുതിയൊരു ഭവാനിയമ്മ വന്നു. അതൊക്കെ ശരിക്കും എല്ലാവർക്കും അൺഡൈജസ്റ്റഡ് ആണ്. പേഴ്സണലി എനിക്കും അതൊരു വിഷമായിട്ട് തോന്നിയിട്ടുണ്ട്. കാണാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കുറവാണ്. ചിലരെ തലയെഴുത്ത് അങ്ങനെയാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ നന്നായി വരുന്ന സമയത്ത് ഇതൊക്കെ അത് കോമൺ ആണ്. പക്ഷെ എല്ലാവരും അതൊരു ഫാമിലി ആക്കി എടുത്തതിന്റെ ഒരു പ്രശ്നമാണ് അത്. വിഷമം പിടിച്ച കാര്യം. അതുപോലെ തന്നെ
ബാലിച്ചേട്ടൻ എല്ലാ സങ്കടങ്ങളും ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഒതുക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ റിയൽ ലൈഫിലോ? റിയൽ ലൈഫില്? കുറിച്ചോണ്ട് ഇപ്പൊ എല്ലാരും ഇതിലും കാണും. നമുക്ക് ചില സമയത്തൊന്നും അവിടെ പ്രതികരിക്കാൻ പറ്റാത്ത ഇത് ഉണ്ടാകുമ്പോ പ്രതിസന്ധികൾ വന്നാൽ ആളും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അത് എല്ലാവരുടെ ഉള്ളിലും കാണൂടെ. ഇപ്പം ഇതിപ്പം ഇവൻ ഞാനായിരുന്നാലും നീ ആയിരുന്നാലും അനന്തുമായിരുന്നാലും ആരായിരുന്നാലും ചില സമയത്ത് നമ്മൾ അങ്ങനെ ഒന്നേ പറ്റൂ. അത് ആരെ പേടിച്ചിട്ടോ ആരോ ഇതിനു വേണ്ടിയിട്ടല്ല. അപ്പൊ ആ സ്ഥലത്ത് നമുക്ക് പൊട്ടിത്തെറിക്കുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് ഇതൊക്കെ ഓരോരോ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല, അതൊന്നും കോമൺ ആയിട്ടുള്ള ഇതാ. നമുക്ക് തോന്നി ചില സമയത്ത് ചില സ്ഥലത്ത് പോകുമ്പോൾ ദേഷ്യം കാണും, പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അവൻ്റെ അടുത്തുള്ളത് ദേഷ്യമായിരിക്കും. കാര്യം അവൻ കാണിക്കുന്ന പ്രവൃത്തിക്ക് നമുക്ക് അവനെ അടിക്കാൻ തോന്നും, പക്ഷെ നമുക്ക് അതിപ്പോ സ്വാഭാവികം എല്ലായിടത്തും പ്രതികരിച്ചില്ലേ നമുക്ക് ഭയങ്കര വിഷമായിരിക്കുള്ളൂ. ആയിരിക്കും. പ്രതികരിച്ച് പോയാൽ ടെൻഷനായിരിക്കും. ഈശ്വര കൂടി പോയാൽ കൈവിട്ട് കഴിയാ പിന്നെ ബന്ധങ്ങൾ തകരുമല്ലോ. ബാലിച്ചേട്ടനായിട്ട് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തല്ലോ ഈ വ്ളോഗില്, അത് നല്ല രീതിക്ക് അങ്ങ് റീച്ചായി. അപ്പൊ ഇനിയും ബാലിച്ചേട്ടനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. അത് എന്താണെന്നറിയാമോ, യവൻ മൊത്തത്തില് സമയമില്ല. ഒന്നാമത്തെ കാര്യം, ഞാന് തലേ ദിവസം വരെ എനിക്ക് ഷൂട്ട് കഴിഞ്ഞ് ഡബിങ് കയറണം. കാര്യം അത്ര എപ്പിസോഡ് ഡബ് ചെയ്ത് കൊടുത്തിട്ടാണ് എനിക്ക് യാത്ര. ഞാൻ 17 ദിവസം കഴിഞ്ഞാൽ വരുന്നത്, തിരിച്ചു വരുന്നത്. അപ്പൊ യവന് ഒരു 3 ദിവസം യവൻ ഫ്രീ ആയിരുന്നു. ഞാൻ പോണതിൻ്റെ അന്ന് അവൻ ഷൂട്ടിന് പോകാൻ. അപ്പൊ ആ സമയത്ത് ഒന്നും സംസാരിക്കാനോ ഒന്നിനോ ഉള്ള സംസാരിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പൊ പിന്നെ എനിക്കതൊരു വിഷയമായിട്ട് തോന്നിയില്ല. കാര്യം അവന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് വരണമെന്നല്ലാതെ ഈ വ്ളോഗൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് അയ്യോ അത് ആൾക്കാരിങ്ങനെ ചോദിക്കും എന്ത് കുറച്ചു പേരും കൂടെ നിൽക്കാത്തത്, അതിങ്ങനെയാണ് ഇങ്ങനെയാണത്. അപ്പൊ അത് നമ്മള് തമ്മിലുള്ള ഇത് വെച്ചിട്ട് എന്റെ ചേട്ടാ എനിക്ക് വേറെ ഒന്നും ഇതില്ലല്ലോ. ഞാൻ പോയി കേട്ടോ, ഞാൻ യാത്ര പോകാൻ കേട്ടോ എന്ന് പറഞ്ഞു. ശരി പോ. ചെറിയൊരു സമയത്ത് തന്നെ ആൾക്കാർ അത് ഉപ്പുമുളകുമായിട്ട് തന്നെ ഏറ്റെടുത്തു. അപ്പൊ അത് ഇനി വരട്ടെ. ഇനി വരുമ്പോ ശങ്കരനൊക്കെ ഉൾപ്പെടുത്തോ പിന്നെ വ്ളോഗിലാ? ഇവിടെ ഉള്ളതല്ലേ, നമുക്ക് ആരെയാണ് വിളിച്ച് കേട്ടല്ലോ. അപ്പൊ ഇനി ഭാവിയില് നമ്മുടെ ഉപ്പുമുളകുമായിട്ട് തന്നെ ആ ഒരു വ്ളോഗായിട്ട് കാണാൻ പറ്റും. വ്ളോഗായിട്ട് ഉണ്ടാവും, സിനിമയും വ്ളോഗും ആയിട്ട്. കമന്റ്സ് പക്ഷെ ഫുള്ള് ഉപ്പുമുളക് ആയിരിക്കും. ചാനലിന്റെ പേരൊപ്പം മാറ്റാനായിട്ട് സാധ്യത ഉണ്ടാവോ? ട്രാവൽ അത് തന്നെ മാറ്റി എന്തോന്നിടാ ഉപ്പുമുളക്. തിരുവനന്തപുരത്ത് ഒരു ഫേമസ് ആയിട്ടുള്ള ഫുഡാണല്ലോ ബോളിയും പായസം. സുരേന്ദ്ര ചിറ്റപ്പന്റെ ഫേമസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഫുഡ് ഏതാ? എനിക്കോ? എനിക്ക് ദോശ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്. ദോശ, സാമ്പാർ, രസവട, ഓംലെറ്റ്, ആ സെക്ഷൻ. പിന്നെ പഴങ്ങി, നിങ്ങളെ പഴങ്കഞ്ഞി. നമ്മൾ പഴങ്ങി എന്ന് പറയും. പഴങ്കഞ്ഞിൽ എന്തൊക്കെ ഇടും? തൈര്, പച്ചമുളക്, തൈര്, അച്ചാറ്, ഒരു ഉണക്ക മീന്, അതെല്ലാം വെച്ചിട്ട് കലക്കി. മരിച്ചിനി, തലവസ്ഥ മരിച്ചിനി, കപ്പ തലവസ്ഥ അരിഞ്ഞ വെച്ച കപ്പ, അതെല്ലാം കൂടെ അരിച്ച്. വിഷുവിനൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നോ? അത് അങ്ങോട്ടാണല്ലോ, നിങ്ങളൊക്കെ അങ്ങനെ വിഷുക്കട്ടയും അത് ഇതൊക്കെ ഉള്ള സദ്യ. പാചകത്തിനോട് ഇഷ്ടമുള്ളവരാണ് നിങ്ങൾ? നമ്മള് രണ്ടുപേരും പാചകം. നമ്മൾ ആ ഒരു ഉപ്പുമുളക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും കൂടുതലും പാചകത്തിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ്. രണ്ടുപേരും പാചകം റിയൽ ലൈഫില്. അപ്പൊ എന്താ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്നേ? വെജിറ്റേറിയൻ ഐറ്റം അല്ല. ഞാനായാലും ചേട്ടനായാലും ചിക്കനും ബീഫും മീൻകറിയൊക്കെ അവൻ അടിപൊളിയായിട്ട് മുളകിട്ട് കുടമ്പുളി ഇട്ട് വയ്ക്കും. വായിലുള്ളതും അത്ര നന്നായിട്ട് വയ്ക്കും. സുരേന്ദ്രൻ ചിറ്റപ്പന്റെ ഒരു മാസ്റ്റർ പീസ് ഏതായിട്ടോ? ഞാൻ ചിക്കൻ കറി നന്നായിട്ട് വയ്ക്കും, നല്ല ഇതായിട്ട്. വിഷുവിനത് വെച്ചിട്ടുണ്ടായിരുന്നു? വിഷുവിനൊന്നും വയ്ക്കില്ല. ഞങ്ങൾ വിഷുവിന് ഓണത്തിനൊന്നും നോൺ വെജ് ഇല്ല. ചില സ്ഥലത്തൊക്കെ നോണൊക്കെ വെക്കും. ഇവിടെ ഒരു സദ്യ. ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഫുഡ് പഴങ്കഞ്ഞി അല്ലേ? പഴങ്ങി ഇന്ന് അത് തന്നെ എടുക്കാൻ പോണത് ഇന്ന് തന്നെ. അപ്പൊ എന്തായാലും നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരായതുകൊണ്ട് വ്ളോഗിൽ ഇനി കുക്കിങ്ങും ഉൾപ്പെടുത്തുവോ? പിന്നെ അതും ഉണ്ടാവും. ട്രാവൽ എന്ന് പറയുമ്പോ കിടക്കുന്നില്ല അവിടെ ഇടയിൽ. കുക്കിംഗ് ഫണ്ണാണോ? കുക്കിംഗ് ഫണ്ണാണോ?
ഉപ്പുമുളകിലെ കുക്കിംഗ് നല്ല ഫണ്ണാ. കാരണം ഇറച്ചി വെട്ടുന്ന സമയത്ത് ബാലിച്ചേട്ടൻ വന്ന് കറക്റ്റ് മെഷർമെന്റ്. അത് അവ പറയാൻ കാര്യം ഈ വീടിന്റെ മുകളില് ഞങ്ങള് വലിയമ്മ താമസിക്കുന്നു. വലിയമ്മ അവിടെ ചേട്ടനുണ്ട്, അയച്ചേട്ടൻ. അപ്പൊ വലിയമ്മ ആപ്പിൾ വെട്ടുന്നതാണ് അവൻ പറഞ്ഞത്. വലിയമ്മ ഒരു ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെട്ടും. എന്നിട്ട് ഈ ചെറിയ പീസ് ബിജുവിന് മറ്റത് മോൻ എങ്ങനെ കൊടുത്ത് അതാണ് അവൻ അതിന് കയറ്റിയത്. അവൻ എല്ലാം ഇങ്ങനെ ഒബ്സർവേഷൻ ചെയ്യുന്ന ആളാ, നോക്കി വെച്ചിരിക്കും. എല്ലാവർക്കും കറക്റ്റ് കൊടുക്കും. അതുകൊണ്ടാ ഇട്ടത്. ആ ചിക്കൻ എന്നിട്ട് അതിനകത്ത് പറയണ്ടല്ലോ, ചിക്കൻ ആൾക്ക് കിട്ടിയില്ല, നീ എടുത്ത് തിന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ ശരിക്കും അങ്ങനത്തെ സംഭവം ഉണ്ടായി കാണും, നമുക്ക് അറിയില്ലല്ലോ ഇതിനെ കുറിച്ച്. ഇതൊക്കെ അവരാ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിത് ആക്ടർ ആവാൻ വേണ്ടിയോ ആക്ടറോ ഇതോ അല്ല, ഈ കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്കാണ്. അപ്പൊ ഞാൻ പുറത്തുനിന്ന് ഒരു കാഴ്ച കാണുന്നത് അവൻ കാണുന്നതും രണ്ടും രണ്ടാണ്. കാഴ്ചകളൊന്നാണ്, മനസ്സിലാക്കി എടുക്കുന്നത്. അവൻ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ മാനറിസോ അത് ഇതും, അത് ഒരുപാട് ആർട്ടിസ്റ്റുകളെല്ലാം അങ്ങനെ തന്നെയാണ്. ആള് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ആക്ടറെ കാണുമ്പോ അവരുടെ എല്ലാം നല്ലതും ആളത് ഒബ്സർവ് ചെയ്തിട്ട് അത് നോക്കാറുണ്ടെന്ന്. സുരേന്ദ്രൻ ചിറ്റപ്പൻ അത് ചെയ്യത്തില്ല. ചെയ്ത് തുടങ്ങണം. ഞാൻ വിചാരിച്ചില്ല ഞാൻ ആക്ടർ ആവൂന്ന്. സത്യം. ഇപ്പൊ സ്പോർട്സിന് പോവാറില്ല. അപ്പൊ ചതയം വെച്ചു ഇപ്പൊ കളിക്കാനൊന്നും പോണില്ല. അതെന്ത് പറ്റി? ഇപ്പൊ ഒന്നും പോവില്ല, കുറെ കാലമായി. ടച്ചൊക്കെ വിട്ടു. പോണം. ആക്ടർ ആയപ്പോ ഇനിയിപ്പോ സ്പോർട്സ് ഒന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആക്ടർ അങ്ങനെ അത് പറയുന്നത് തന്നെ ആക്ടർ എന്ന് പറയുന്നത് ഇഷ്ടമല്ലേ? ഇഷ്ടം തന്നെ. പക്ഷെ അത് ഒരുപാട് കേൾക്കുമ്പോൾ നമ്മളെ ഒരുമാതിരി എന്തോ പോലെ. ഇനിയിപ്പോ നിലവിലെ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞല്ലോ. ഇനിയിപ്പോ ഏതൊക്കെ സിനിമകളാണ് വരാൻ പോകുന്നത്? ഇനി വരാൻ പോകുന്ന 8-ാം തീയതി ഒരെണ്ണം റിലീസുണ്ട്, അംഗം അട്ടഹാസം എന്ന് പറഞ്ഞിട്ട്. നമ്മളെ ഗോകുൽ സുരേഷില്ലേ, ആള് നായകൻ. നായകനായിട്ട് സൈജു കുറുപ്പ്. അപ്പൊ ഞാൻ അതിൽ ചെറിയൊരു വേഷം അതിൽ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് PC-35 എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട്, സബാൻ ഡയറക്ട് ചെയ്തത്. അത് വരാനുണ്ട്, റിലീസ് ആവാനുണ്ട്. വല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പടമുണ്ട്, ഷബീർ ഡയറക്ട് ചെയ്തത്. അത് വരാനുണ്ട്. പിന്നെ സിബിൽ സ്കോർ എന്ന് പറഞ്ഞിട്ട് ദീപു കരുണാകരൻ ഡയറക്ട് ചെയ്ത പടം, അത് വരാനുണ്ട്. വേറെ 2 കൂടെ ഉണ്ട്. വേറൊരു കേസ് എന്ന് പറഞ്ഞിട്ട് ഷബി ചൗക്കത്ത് സംവിധാനം ചെയ്ത്, അത് വരാനുണ്ട്. പിന്നെ ഏതോ ഇതിപ്പോ അവര് കേൾക്കുമ്പോ ഓർമ്മയില്ലടാ അഭിനയിപ്പിച്ചിട്ട് എന്ന് പറയാ. ഇതൊക്കെ ഇറങ്ങാനുള്ള ലാസ്റ്റത്തെ സിനിമയും കൂടെ ഒന്ന് പറയൂ. ഏതാ ലാസ്റ്റ് മറന്നുപോയ സിനിമയും കൂടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരെണ്ണം കൂടെ ഉണ്ട്. അത് പ്രശ്നമാവും. എനിക്ക് മറ ഭയങ്കര ബാലിച്ചേട്ടനേക്കാളും കൂടുതൽ പടം അനിയന് കിട്ടി. ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും പറയാതെ. നമ്മളൊക്കെ ചെറിയ റോളുകൾ. എന്നാലും കൂടുതൽ പടത്തിൽ ഇപ്പൊ അഭിനയിച്ചില്ലേ ചേട്ടനേക്കാളും വലുത്. എനിക്കിത് പടങ്ങളൊക്കെ തരുന്നത് മുരുകൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ പുള്ളിയാണ് മുരുകൻ കാട്ടാക്കട എന്ന് ചോദിച്ചു. പുള്ളിയാണ് എനിക്ക് ഈ പടം, പുള്ളിയുടെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചതിന് ശേഷം പുള്ളി വരുന്ന പടങ്ങളെല്ലാം എനിക്കൊരു ക്യാരക്ടർ വിളിച്ചു തരും, പ്രൊഫഷൻ കണ്ടുള്ളത്. ബാലിച്ചേട്ടന് ഇങ്ങനെ ഒരിടയ്ക്ക് ആള് നന്നായിട്ട് വണ്ണമൊക്കെ വെച്ച് മൂടിയൊക്കെ വളർത്തിയ സമയത്ത് ലാലേട്ടന്റെ ഒരു ചായ എന്നൊക്കെ ഉള്ളൊരു സംഭവത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാലേട്ടന്റെ ചായ അങ്ങനെ തോന്നിയിട്ടുണ്ട്. റിയലി അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു ശരിക്കും ലൂസിഫറിലെ ലാലേട്ടൻ എന്നുള്ള രീതിക്ക്. അത് കേട്ടിട്ടുണ്ടായില്ല സംഭവം? അത് തോന്നിയിട്ടുമില്ല. എനിക്ക് വയ്യ എല്ലാം കൂടെ ഒന്ന് പൊങ്കാലായിട്ട് എന്നെ വെറുതെ വിട്ടേരെ. ബാലിച്ചേട്ടന് ശരിക്കും സുരേന്ദ്രൻ ചേട്ടന്റെ അതേ ചായയാണല്ലോ. ഒരു മുടിയുടെ നമ്മളെ ബോഡി ചെറുപ്പത്തിലെ മുടി ഉണ്ടായിരുന്നല്ലോ. ഇല്ല, ഞാൻ ജനിച്ചപ്പോഴും ഇങ്ങനെയാണ് വീഴുന്നത്. എന്നെ അമ്മ പ്രസവിച്ചപ്പോ ഇങ്ങനെയാണ്, നേരെ പ്രസവിച്ച് ഇങ്ങനെ ഇട്ട് ഇത്ര മുടി ഉണ്ടായിരുന്നു. പിന്നല്ലാതെ എന്തോന്ന് മണ്ടത്തരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ബാലിച്ചേട്ടനാണ് സുരേന്ദ്രൻ ചേട്ടൻ മാറിപ്പോയിട്ടുണ്ടോന്ന് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമ്പോ. ഇപ്പൊ എപ്പിസോഡിൽ തന്നെ പോലീസ് പിടിച്ചിട്ടുണ്ടോ ഒരു ഇതുണ്ടല്ലോ. അപ്പൊ ആള് ഇതേപോലെ എന്തെങ്കിലും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ടായിട്ടായിരിക്കുമല്ലോ അതെടുത്തിട്ടേ.
അതാ ഞാൻ ചോദിച്ചത്, അങ്ങനത്തെ എന്തെങ്കിലും ഈ ഇഷ്യൂസ് റിയൽ ഉണ്ടോ? ലൈഫിൽ നമുക്ക് തന്നെ ഉണ്ടാവണമെന്നില്ല, വേറെ ആരെങ്കിലും കഥകൾ ഉണ്ടായ അനുഭവങ്ങളും മതിയല്ലോ, അത് കൂടെ ഇട്ട് മാറിയൊക്കെ പോയിട്ടുണ്ടോ നിങ്ങളെ തമ്മില്? ഏ? ഇത് അങ്ങനെ അകലേന്ന് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് അകന്ന ബന്ധുക്കൾ എന്നൊക്കെ പറയത്തില്ലേ, ആ. അവരൊക്കെ കണ്ടിട്ട് മാറിപ്പോയിട്ടുണ്ടോ? ഏയ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല. മാറിപ്പോണ്ട ഇതൊന്നുമില്ല. സൗണ്ടിലൊക്കെ സൗണ്ട് ഫോണിൽ കൂടെ കേട്ടാ ഏതാണ്ട് ഒരുപോലെ ഇരിക്കും. മാറിപ്പോയിട്ടുണ്ടോ? അപ്പൊ ആ, അങ്ങനെ? അത് അപ്പൊ ബാലിച്ചേട്ടനാന്ന് രീതിക്ക് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇല്ല, അങ്ങനെ സംസാരിച്ചില്ല. ഞാൻ സംസാരിക്കുമ്പോ അവനാണോന്ന് വീട്ടിൽ അമ്മയെ വിളിക്കുമ്പോ പറ ബിജു എന്ന് പറയും. ഞാൻ പറഞ്ഞു ബിജു അല്ല അമ്മ, ബിനു. ആ പറയടാ എന്ന് പറയും. അങ്ങനെ അല്ലാണ്ട് ആളുടെ വോയിസിൽ പറ്റിച്ചിട്ടില്ല, ആളുടെ വോയിസ് പറ്റിച്ചിട്ടില്ല. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഉപ്പുമുളകിലെ പോലെ തന്നെ ലേഡീസ് റൂം എന്നുള്ള ഒരു പരിപാടിയിലും നമ്മ കണ്ടിട്ടുണ്ട് അവരുടെ ഒരു എന്തൊരു അമ്മാവൻ ക്യാരക്ടറായിട്ട്. അതിലെങ്ങനെയായിരുന്നു ആ ഒരു സിങ്ക്? അത് 4-5 പെമ്പിള്ളേരുണ്ട്, ഞാൻ അവിടുത്തെ അമ്മാവൻ കെയർടേക്കറായിട്ട്. അത് വേറൊരു രസമുണ്ട്, വൈബ് വേറൊരു ഇതിൽ പോയ വേറൊരു വൈബ്. പക്ഷെ അത് നമ്മുടെ ഉപ്പുമുളകിന്റെ ആ ഒരു ആക്സെപ്റ്റ് ചെയ്തില്ല. കാരണം നമ്മുടെ സുരേന്ദ്രൻ ചിറ്റപ്പൻ തന്നെ അപ്പോഴും തട്ടുതാണിരുന്നു. അപ്പൊ എവിടെ പോയാലും അത് തന്നെ സുരേന്ദ്രൻ ചിറ്റപ്പൻ എല്ലാരും വിളിക്കുന്നത്. അത് പിന്നെ കുറെ കഴിച്ച അവിടുത്തെ പിള്ളേരൊക്കെ അമ്മാവെന്ന് വിളിക്കുന്നത്. അമ്മാവനുമാണ് ഇപ്പൊ ചിറ്റപ്പനുമാണ്. ശരി, നിനക്ക് വേണ്ടിട്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പൊ പ്രേക്ഷകര് അമ്മാവനും ചിറ്റപ്പനും ആണല്ലേ. ബാലചേട്ടൻ അങ്ങനെ കളിയാക്കി വിളിക്കാറുണ്ടോ അമ്മാവൻ ചിറ്റപ്പൻ എന്നൊക്കെ? ഇല്ല. ഉപ്പുമുളകിലെ ബാലചേട്ടനാണെങ്കിൽ വിളിച്ചേനെ. അവിടുത്തെ പിള്ളേരൊക്കെ എങ്ങനെയായിരുന്നു ഉപ്പുമുളകിലെ? അയ്യോ ഭയങ്കര സ്നേഹം. യേശു, പാറു, മുടിയൻ, ശിവാനി, അല്ല ഏറ്റവും കൂടുതൽ കേശു. കേശു ഭയങ്കര എപ്പിസോഡ് തുടങ്ങുമ്പോ തന്നെ ഓടി വരണം കേശു തന്നെ, ചിറ്റപ്പ. റിയൽ ലൈഫിലും കേശു, പാറു, ചിറ്റപ്പ എന്ന് വിളിച്ചോണ്ട് വരുന്നത് അതൊരു പ്രത്യേക. ഇടയ്ക്ക് വിളിക്കാറുള്ളതും കേശുവാണ്. ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ബിനി ചേച്ചി എന്നെക്കാട്ടിലും പ്രായം ഇളയതാണ് കേശുവിന്റെ അമ്മ. ഞാൻ ചേച്ചി എന്ന് വിളിക്കും, ബിനി ചേച്ചി എന്നെ ബിനിചേട്ടാന്ന് വിളിക്കും. നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേച്ചി ചേട്ടാന്ന്. ബിനി ചേച്ചി ആയിരുന്നാലും ഇടയ്ക്ക് ആരാ? കേശു. കേശു അങ്ങനെ വിളിക്കുള്ളൂ. ഞാൻ മക്കളെ തന്നെ വിളിക്കുന്നത്. ശിവാനിയൊക്കെയോ? ശിവാനി ഒന്നും അങ്ങനെ വിളിക്കാറില്ല. പാറുവിനെ വിളിക്കാറുണ്ടോ? പാറു വിളിക്കാം. പാറു ഇവിടെ പൊങ്കാലയ്ക്ക് വന്നപ്പോഴെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആണോ? അത് ജനിച്ചു വീണപ്പോ തുടങ്ങിയ ആ ഒരു ഇതില് ഉണ്ടായിരുന്നതാണ്. അത് ശരിക്കും നിങ്ങളൊരു അംഗമായിട്ട് തന്നെയാണ് കുഞ്ഞു വളർന്നത്. അപ്പൊ ഇപ്പൊ ശരിക്കും പാറുവിനെ കേട്ടിപ്പോ മാറി നിൽക്കുവാണല്ലോ ആ ഒരു. അപ്പൊ ഒരു വിഷമമൊക്കെ ഉണ്ടാവില്ലേ? വിഷമം അങ്ങനെ വിഷമമൊന്നുമല്ല, മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ടോ? അല്ലെ വിഷമം വരാനുള്ള, നമ്മള് കൊച്ചല്ലല്ലോ, നമുക്ക് മനസ്സിലാവുമല്ലോ. അല്ലെ അവിടെ കാണാൻ പറ്റുന്നില്ല, ഞാൻ എപ്പോഴാണ് വിളിക്കാം. മുടിയൻ വിളിക്കാറുണ്ടോ? അപ്പൊ മുടിയ ഇടയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു വ്ളോഗൊക്കെ തുടങ്ങിയ സമയത്ത്. കല്യാണത്തിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കല്യാണത്തിനൊക്കെ പോയി. ബിജുചേട്ടനുണ്ടായിരുന്നു. ഞാൻ അവിടെയും പോയി, അവന്റെ ക്ഷേത്രത്തിൽ താലികെട്ടിനടുത്തും പോയി. ഞാനും കേശു താലികെട്ടിനടുത്തും പോയി, ഇവിടെ അടുത്ത മണ്ഡപത്തില് റിസപ്ഷനും രണ്ടിടത്തും പോയി. അപ്പൊ എല്ലാവരും ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്? പഴയ ഒരു ടീം. അത് ചെറിയൊരു പുതിയ ബ്ലോഗ് ഒക്കെ തുടങ്ങി അവർ അറിയിച്ചായിരുന്നു. അപ്പൊ വിശ്വാസം കേട്ടു. സിനിമയിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ പുതിയ സിനിമയിൽ അഭിനയിച്ചതൊക്കെ പറഞ്ഞായിരുന്നു. അതിൽ ഏറ്റവും ആദ്യം ആരെയായിരിക്കും ചേട്ടൻ വിളിക്കുന്നുണ്ടാവാം? ഫസ്റ്റ് ഇപ്പൊ നമുക്ക് ആരെങ്കിലും വിളിക്കണം തോന്നുമല്ലോ, അവരെല്ലാവരും ഒരുമിച്ച് വിളിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൽ ഏറ്റവും ഫസ്റ്റ് കോൾ എടുത്ത് ആരെയായിരിക്കും വിളിക്കുന്നുണ്ടാവാ? കേശുവിന് അത്രയ്ക്ക് ഇഷ്ടമാണ്. ആത്മാർത്ഥമുള്ളതാണ്. എന്തായാലും നമ്മളുടെ കൂടെ ഇത്രയും നേരം സഹകരിച്ചതിനും ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞതിനും നന്ദി. നന്ദി മാത്രമേ ഉള്ള. നമസ്കാരം. നമസ്കാരം കൂടെ ഉണ്ടെന്ന്. ശരി ശരി.